വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. ഇറ്റലിയിൽ വെച്ച് നടന്ന G7 ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഈ G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ വലിയൊരു സാമ്പത്തിക വിദേശ നയമാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ വളരെയധികം ശ്രദ്ധ ഊന്നേണ്ടത് എന്തെന്നാൽ ഒരു വിദേശ നയം തന്നെ ഇന്ത്യ പ്രഖ്യാപിക്കുകയുണ്ടായി എന്നതാണ്. പ്രധാനമായും നാം പരിശോധിക്കുന്നത് ഇന്ത്യ ഈ G7 കൺട്രീസിൽ അംഗമാണോ, അല്ലെങ്കിൽ എന്തിനാണ് ഇന്ത്യ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്? അതുപോലെ തന്നെ ഈ ഉച്ചകോടിയിലൂടെ ഇന്ത്യ വെളിപ്പെടുത്തുന്ന വിദേശ നയം എന്താണ്? ചൈന എന്തുകൊണ്ട് ഈ ഉച്ചകോടിയിൽ വരുന്നില്ല? അല്ലെങ്കിൽ ഈ G7 ഉച്ചകോടി നടക്കുന്നത് എന്തിനാണ്? G7 കൺട്രീസിന്റെ ഉദ്ദേശം എന്തെന്നാൽ ലോകത്തിലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ആഭ്യന്തര സുരക്ഷ ചർച്ച ചെയ്യുക, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതിനെക്കുറിച്ചുള്ള ഡെവലപ്മെൻറ്റുകൾ, നേരിടുന്ന വെല്ലുവിളികൾ, ഭീഷണികൾ, സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ വർഷവും G7 ഉച്ചകോടി നടക്കുന്നത്. ഈ വർഷം 2024 50ാമത്തെ ഉച്ചകോടിയാണ് ഇറ്റലിയിൽ വെച്ച് നടന്നത്. ഈ G7 രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് കാനഡ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, UK, US തുടങ്ങിയ 7 രാജ്യങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ ചൈന ഇല്ല. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ ഒരു കൂട്ടായ്മയിലുള്ളത്. ലോകത്തിലെ തന്നെ 2ാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈന ഈ ഒരു ഉച്ചകോടിയിൽ അല്ലെങ്കിൽ G7 കൺട്രീസിൽ വരുന്നില്ല എന്നത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ ഉത്തരം എന്തെന്നാൽ യഥാർത്ഥത്തിൽ ഈ G7 കൺട്രീസ് എല്ലാം തന്നെ ജനാധിപത്യ സ്വഭാവമുള്ള ഭരണകൂടങ്ങളാൽ നയിക്കപ്പെടുന്ന രാജ്യങ്ങളായിരിക്കും. ആ രാജ്യങ്ങളിലെല്ലാം ഡെമോക്രസി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായും ഉയർന്ന നിലയിൽ നിൽക്കുന്ന രാജ്യങ്ങളായിരിക്കും ഈ കൂട്ടായ്മയിൽ ഉണ്ടാവുക. ചൈനയുടെ കാര്യം എന്തെന്നാൽ ചൈനയിൽ നാമമാത്രമായ GDP മാത്രമാണുള്ളത്. ചൈന സാമ്പത്തികമായി ലോകത്തിലെ തന്നെ 2ാമത്തെ രാജ്യമാണ് എന്ന വസ്തുത അവിടെ നിലനിൽക്കെ തന്നെ ചൈനയിൽ സാമ്പത്തിക വളർച്ച ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ചൈനയിലെ GDP നാമമാത്രമാണ്. അതുപോലെ തന്നെ ചൈനയിൽ ജനാധിപത്യമില്ല. ചൈനയിൽ ഭരിക്കുന്നത് വൺ പാർട്ടി സിസ്റ്റമാണ് ചൈനയിൽ നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ G7 കൺട്രീസിൽ അംഗമാവാൻ ചൈനയ്ക്ക് സാധിക്കില്ല. യഥാർത്ഥത്തിൽ G7 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നാം പരിശോധിച്ചു കഴിഞ്ഞു. ഇന്ത്യ G7 കൺട്രീസിൽ പെടുന്ന രാജ്യമല്ല. പക്ഷേ കഴിഞ്ഞ 11 തവണയായി G7 ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട്. 5 തവണയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ നാം ആദ്യം പറഞ്ഞ 7 രാജ്യങ്ങളും ഇവയെ കൂടാതെ യൂറോപ്യൻ യൂണിയനും ഈ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാറുണ്ട്. പ്രത്യേക ക്ഷണം സ്വീകരിക്കുന്ന കഴിഞ്ഞ 11 വർഷങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ 11 ഉച്ചകോടികളിൽ ഇന്ത്യയും പങ്കെടുത്തു വരുന്നു. നമുക്കറിയാം ഇന്ത്യ സാമ്പത്തികമായി വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ. ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. 1ാമതായി അമേരിക്ക, 2 ചൈന, 5ാമതായി നമ്മുടെ ഇന്ത്യയുമുണ്ട് സാമ്പത്തിക ശക്തികളിൽ. അതുപോലെ സൈനിക ശക്തിയിൽ നമുക്കറിയാം 4ാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ. അതിനാൽ തന്നെ സൈനികമായും സാമ്പത്തികമായും മുന്നിൽ നിൽക്കുന്ന വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഡെവലപ്പിംഗ് ആയ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതിനാൽ തന്നെ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സാമ്പത്തിക കാര്യ ചർച്ച ഇന്ന് ലോകത്ത് നടത്തുക എന്നത് ശുഭകരമായിട്ടുള്ളതല്ല, അല്ലെങ്കിൽ അസാധ്യമായ ഒരു സംഗതിയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം G20 സബ്മിറ്റ് ഹോസ്റ്റ് ചെയ്തത് ഇന്ത്യയായിരുന്നു. ഈ ഒരു ഹോസ്റ്റിങ്ങിലൂടെ അല്ലെങ്കിൽ G20 സമ്മിറ്റിന് ശേഷം ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡറായി ഇന്ത്യ മാറി എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കും. കാരണം ഈ ഒരു ഗ്ലോബൽ സൗത്തിലെ എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവായി, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ലോകത്ത് അവതരിപ്പിക്കുകയും സാമ്പത്തികമായും മറ്റ് ഇന്റേണൽ ഇഷ്യൂസും ലോകത്തെ തന്നെ അറിയിക്കുന്ന ഒരു രാജ്യമായി ഇപ്പോൾ ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഈ G7 ഉച്ചകോടിയിൽ പോലും ഗ്ലോബൽ സൗത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യ വളർന്നു വരുന്ന ഇന്ത്യയുടെ വളർച്ചയെയാണ് കാണിക്കുന്നത് ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡറായി. അതുപോലെ ലോകത്തിലെ തന്നെ സാമ്പത്തിക ശക്തിയിൽ 5ാമത് നിൽക്കുന്ന ഇന്ത്യ. 4 ട്രില്യൻ്റെ അടുത്ത് വരും ഇന്ത്യയുടെ സാമ്പത്തിക മേഖല. അതുപോലെ തന്നെ ജർമ്മനിയുടേത് 4.25 ട്രില്യൺ, 5 ട്രില്യന് താഴെയാണ് ജപ്പാൻ്റേതും. അതിനാൽ വളരെ വേഗം തന്നെ ഇവരെ മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇന്ത്യ വളരെ വേഗം തന്നെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും. ജപ്പാനെ ബീറ്റ് ചെയ്യാനും അധികം സമയം ആവശ്യമില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതും ഇന്ത്യയുടെ GDP നമുക്ക് വ്യക്തമാക്കി തരുന്നതും. അതിനാൽ ഇങ്ങനെയുള്ള ഒരു രാജ്യത്തെ അവോയ്ഡ് ചെയ്തുകൊണ്ടൊരു G7 മീറ്റിംഗ് നടത്തുക എന്നത് ഇന്നത്തെ ഈ ഒരു സ്ഥിതിഗതിയിൽ ഇത് സാധ്യമല്ല. അതിനാൽ തന്നെ ഇന്ത്യയെ ക്ഷണിക്കുന്നു, ഇന്ത്യ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഈ G7 ഉച്ചകോടിയിൽ
ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ വ്യക്തമായൊരു സന്ദേശം മറ്റ് രാജ്യങ്ങൾക്ക് നൽകുകയുണ്ടായി. അവിടെ വന്നു ചേർന്ന വിദേശ രാജ്യങ്ങളുമായി, ലോക നേതാക്കളുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ചർച്ച നടത്തി. അതിൽ പ്രധാനമർഹിക്കുന്ന ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഋഷി സുനക്, അതുപോലെ ഇറ്റലി പ്രധാനമന്ത്രി മിലോണി, അതുപോലെ ഉക്രൈൻ്റെ നേതാവ് സിലെൻസ്കിയുമായും ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിൻഡെയുമായും എല്ലാം ഇന്ത്യൻ പ്രധാനമന്ത്രി ബൈലാറ്ററൽ മീറ്റിങ്ങുകൾ നടത്തുകയുണ്ടായി. എന്നാൽ മനഃപൂർവ്വം അവഗണിച്ച, വേണ്ട പ്രാധാന്യം നൽകാത്ത 3 രാജ്യങ്ങളും ഉണ്ടായിരുന്നു ഈ G7 ഉച്ചകോടിയിൽ. US, അമേരിക്ക, ജർമ്മനി, കാനഡ എന്നീ 3 രാജ്യങ്ങളെ വളരെ വേണ്ട രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പരിഗണിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൽ കാനഡയുടെ നേതാവിനെ, ജസ്റ്റിൻ ട്രൂഡോയെ തീർത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി അവഗണിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ 3 രാജ്യങ്ങളും അടുത്തിടെ സ്വീകരിച്ച ആന്റി ഇന്ത്യൻ ആക്ടിവിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, പിന്തുണയ്ക്കുന്ന നടപടിയിൽ ഇന്ത്യക്കുള്ള അമർഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചത് എന്ന് വ്യക്തം. അതുപോലെ തന്നെ ഈ 3 രാജ്യങ്ങളും ഇന്ത്യയിൽ 2024 നടന്ന പൊതു ഇലക്ഷനിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചിരുന്നു, ഇടപെടലുകൾ നടത്താൻ ശ്രമിച്ചിരുന്നു എന്നതും വ്യക്തമായ കാര്യമാണ്. അതുപോലെ തന്നെ ആന്റി ഇന്ത്യ ആക്ടിവിസ്റ്റുകൾ അമേരിക്കയിൽ തുടർച്ചയായി കൊല്ലപ്പെടുകയുണ്ടായി. അതിനു പിന്നിൽ ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലാണ് അതിന് പിന്നിൽ എന്നൊരു ആരോപണം അമേരിക്കയുടെ ഉന്നത വൃത്തങ്ങൾ ഉന്നയിക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുൻപ് അജിത് ഡോവലിനെ 3ാമതായും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചുകൊണ്ടാണ് മോദി ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയത്. ഇതെല്ലാം അമേരിക്കയ്ക്ക് നീരസമുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് ഫോട്ടോ ലഭിക്കാനായി ചില പോസുകൾ നടത്തി എന്നല്ലാതെ കാര്യമായ യാതൊരു മീറ്റിങ്ങുകളും ജോ ബൈഡനുമായും അതുപോലെ തന്നെ ജർമ്മനിയുമായും കാനഡയുമായി നടന്നിട്ടില്ല. ജർമ്മൻ ചാൻസലറായി ചില മീറ്റിങ്ങുകൾ നടന്നതായി പറയുന്ന ചില ഫോട്ടോകൾ പുറത്തു വരുന്നു എന്നല്ലാതെ യാതൊരുവിധ കാരണങ്ങളും അല്ലെങ്കിൽ വിഷയങ്ങളും പുറത്തു വന്നിട്ടില്ല. ഇന്ത്യ സൂചിപ്പിക്കുന്നതും കാര്യമായ മീറ്റിങ്ങുകൾ നടന്നിട്ടില്ല എന്നത് തന്നെയാണ്. അതുപോലെ അമേരിക്കയിൽ ഈ വർഷം 2024 നവംബറിൽ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ജോ ബൈഡൻ ഇനി അമേരിക്കയുടെ പ്രസിഡന്റായി വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇന്ത്യയിൽ ഇലക്ഷൻ കഴിഞ്ഞു. 3ാമതായും മോദി പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യയുടെ വിദേശ നയം വ്യക്തമാണ്, പക്ഷേ അമേരിക്കയുടെ വിദേശ നയം വ്യക്തമല്ല. കാരണം ഈ വർഷം പ്രസിഡന്റ് ഇലക്ഷൻ നടക്കാനിരിക്കുന്നു. ജോ ബൈഡനുള്ള സന്ദേശം ഇതായിരിക്കാം: താങ്കൾ ഇലക്ഷൻ വിജയിച്ചിട്ട് വരൂ, അതിനുശേഷം നമുക്ക് വിദേശ നയത്തിൽ തീരുമാനമുണ്ടാക്കാം. അമേരിക്കയിൽ ഇലക്ഷൻ നടക്കാനിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു പെരുമാറ്റം മോദിയിൽ നിന്നുണ്ടായത് എന്നും ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അതുപോലെ അമേരിക്കയുടെ ചില ഇടപെടലുകളും ആന്റി ഇന്ത്യ ആക്ടിവിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളും ഇന്ത്യയെ ചൊടിപ്പിച്ചു എന്നും നമുക്ക് പറയാതെ വയ്യ. അതിനാൽ തന്നെ ഇന്ത്യ നൽകുന്നത് വളരെ വ്യക്തമായ സൂചനയാണ്, വളരെ വ്യക്തമായ ഇന്ത്യയുടെ വിദേശ നയ പ്രകടനം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് ചില കാര്യങ്ങൾ തീരുമാനിക്കാനും ചില കാര്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കാനും ഇന്ത്യക്ക് ഇന്ന് സാധിക്കും. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഇന്ത്യ സ്വീകരിച്ച ചില നിലപാടുകൾ, ന്യൂട്രലായി ഇന്ത്യ നിന്നത് എല്ലാ രാജ്യങ്ങളെയും അമ്പരപ്പിച്ചിരുന്നു. അമേരിക്ക നേരിട്ട് ഇന്ത്യയോട് റഷ്യയുമായി വ്യാപാരം നടത്തരുത് എന്ന് പറയുകയും എന്നാൽ ഇന്ത്യയുടെ സ്റ്റാൻഡിൽ തന്നെ, ഇന്ത്യയുടെ കാലിൽ തന്നെ നിന്നതും വളരെ വ്യക്തമായ സന്ദേശമാണ് എല്ലാ രാജ്യങ്ങൾക്കും നൽകിയിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലപാടുണ്ട്. ആ ഇന്ത്യക്ക് സ്വന്തമായുള്ള നിലപാട് തന്നെയാണ് G7 ഉച്ചകോടിയിലേക്ക് ഇന്ത്യക്ക് ക്ഷണം ലഭിക്കാനുണ്ടായ കാരണവും. അതുപോലെ സൈനികമായും സാമ്പത്തികമായും ഇന്ത്യക്കുണ്ടാകുന്ന വളർച്ച ആർക്കും നിരാകരിക്കാനും സാധ്യമല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല തരത്തിലും ഇന്ത്യയുടെ ശത്രുക്കൾ ഇന്ത്യക്ക് അകത്തുള്ളവരെ തന്നെ വിലക്കെടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവയെല്ലാം തരണം ചെയ്തുകൊണ്ടൊരു വളർച്ചയാണ് ഇന്ത്യ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ ഈ G7 ഉച്ചകോടിയിൽ കൂടിയും ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ വലിയൊരു വിദേശ നയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ശക്തി ഇവിടെയും തെളിയിച്ചിരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്.